ഇടുക്കി മറയൂരിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. കുമ്മാട്ടുംകുഴി വനവാസി ഉന്നതിയിലെ കാമാക്ഷി, സെൽവി എന്നിവർക്ക് നേരെയാണ് കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. മറയൂർ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കുടുങ്ങിയ കാട്ടുപോത്തിനെ വനം വകുപ്പും നാട്ടുകാരും ചേർന്ന് പുറത്ത് ഇറക്കുന്നതിനിടയിലായിരുന്നു ആക്രമണം. സുബിൻ വിവരങ്ങളുമായി ചേരുകയാണ്. സുബിൻ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ പരിക്കേറ്റവരുടെ ഇപ്പോഴത്തെ ആരോഗ്യ സാഹചര്യം എങ്ങനെയാണ്? സാരമായ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറയൂർ പഞ്ചായത്തിനുള്ളിലാണ് ഇത്തരത്തിൽ ഇന്ന് കാട്ടുപോത്ത് കുടുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സെക്രട്ടറിയുടെ മുറിയിൽ കാട്ടുപോത്ത് കുടുങ്ങുകയായിരുന്നു. ഇതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് ഓഫീസ് ജീവനക്കാരും നാട്ടുകാരും അതുപോലെ തന്നെ വനം വകുപ്പും ചേർന്ന് ഈ കാട്ടുപോത്തിനെ പുറത്തിറക്കുന്നത്. വലിയ രീതിയിലുള്ള നാശനഷ്ടം ഈ പഞ്ചായത്ത് ഓഫീസിനുള്ളിൽ കാട്ടുപോത്തുണ്ടാക്കി. ഇവിടെ നിന്നും പുറത്തിറങ്ങിയ കാട്ടുപോത്ത് സമീപത്തെ ഹോട്ടലിലേക്കാണ് പോയത്. അവിടെയും വലിയ രീതിയിലുള്ള നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു. വലിയ ഭീകരാന്തരീക്ഷം കാട്ടുപോത്ത് സൃഷ്ടിച്ചു. ഇതിന് പിന്നാലെ ഇവിടുന്ന് തുരത്തിയ കാട്ടുപോത്താണ് ഇത്തരത്തിൽ കൂമാട്ടംകുഴി വനവാസി ഉന്നതിയിലെത്തുകയും അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നേരെ തിരികുകയും ചെയ്തത്. കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്കാണ് പരിക്കേറ്റത്. കാമാക്ഷി, സെൽവി എന്നിവർക്കാണ് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത്. അതായത് ഈ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് ഈ കാട്ടുപോത്തിനെ വിരട്ടി ഓടിക്കുന്ന വഴിക്ക് വിരണ്ടോടിയ കാട്ടുപോത്താണ് ഇത്തരത്തിൽ ഈ ഒരു വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഇത്തരത്തിൽ വലിയ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ സുബിൻ, ഇടുക്കിയിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ 2 പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. സുബിൻ തോമസ് ആണ് വിവരങ്ങളുമായി ചേർന്നത്.